ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ മുത്താലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വർഷം തോറും നടത്തിവരാറുള്ള ഹർഫ് എന്ന മീലാദ് പ്രോഗ്രാമിലാണ്. ഇന്നിവിടെ ഫാസിസത്തിൻ്റെ പുതിയ വർത്തമാനകാലമെന്ന വളരെ ഗൗരവമേറിയ വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഫാസിസം എന്നത് കേവലം ചരിത്രത്തിൽ എവിടെയോ മൺമറഞ്ഞു പോയ ഒരു പ്രതിഭാസമല്ല, മറിച്ച് പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ തൊട്ടു മുന്നിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീഷണിയാണെന്നാണ് സമകാലിക സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ ഫാസിസത്തിന്റെ കടന്നുവരവ് ജനാധിപത്യത്തിന്റെയും വികസനത്തിന്റെയും മുഖംമൂടി അണിഞ്ഞാണ്. ഭൂരിപക്ഷ വർഗീയത ഉണർത്തിവിട്ടും വംശവിദ്വേഷം പ്രചരിപ്പിച്ചും ന്യൂനപക്ഷങ്ങളെയും പാർശ്വരിക്കപ്പെട്ടവരെയും ശത്രുക്കളായി ചിത്രീകരിച്ചും അത് നമ്മുടെ മുന്നിൽ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നു. മനുഷ്യർക്കിടയിൽ ഭയവും സംശയവും വിതച്ച് വിയോജിക്കുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതാണ് പുതിയ കാല ഫാസിസ്റ്റ് ശൈലി. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ അടിമയാക്കുന്ന, അവന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എല്ലാത്തരം ഫാസിസ്റ്റ് ചിന്താഗതികൾക്കും എതിരാണ് വിശുദ്ധ ഇസ്ലാം. അള്ളാഹുവിന് മുമ്പിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ എന്നാണ് വിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത് നീതിക്ക് വേണ്ടി നിലകൊള്ളാനാണ്. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നവരെന്ന നിലയിൽ നീതിനിഷ്ഠതയോടെ നിലകൊള്ളുന്നവരായിരിക്കുക. ഒരു ജനതയോട് അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ കൊണ്ട് പ്രേരകമാകരുത്. ഫാസിസം അനീതിയിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. എന്നാൽ ഇസ്ലാം കൽപ്പിക്കുന്നത് ഭരണാധികാരിയായാലും സാധാരണക്കാരായാലും നീതി ഒരുപോലെ നടപ്പാക്കണം. അനീതി കാണിക്കുന്ന ഭരണാധികാരിയുടെ മുന്നിൽ സത്യം വിളിച്ചു പറയുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പുതിയ കാല ഫാസിസത്തെ നേരിടാൻ മുസ്ലിം ഉമ്മത്തിന് വ്യക്തമായ ഒരു ഉൾക്കാഴ്ച ആവശ്യമാണ്. വൈകാരികമായ പ്രതികരണങ്ങളെയും അതിന്റെ അപകടങ്ങളെയും നേരിടാൻ വേണ്ടി ഭരണഘടനമായ നിയമങ്ങളും അറിവും ഉപയോഗിച്ച് അതിനെ പ്രതികരിക്കണം. ഫാസിസം മനുഷ്യനെ ഭിന്നിപ്പിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവിക സാഹോദര്യം ഉയർത്തിപ്പിടിച്ച് മറ്റുള്ള സമൂഹങ്ങളുമായി കൈകോർക്കണം. വ്യാജ പ്രചരണങ്ങളിലൂടെയാണ് ഫാസിസം വളരുന്നത്. അതുകൊണ്ട് തന്നെ സത്യം മനുഷ്യരിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങളെയും നവമാധ്യമങ്ങളെയും ശരിയായി ഉപയോഗപ്പെടുത്തണം. സമൂഹങ്ങളോട് സ്നേഹത്തോടും സാഹോദര്യത്തോടും കൈകോർക്കണം. ഫാസിസത്തിന് താൽക്കാലികമായ വിജയങ്ങൾ നേടാനായേക്കാം, പക്ഷേ അന്തിമ വിജയം എന്നുള്ളത് നീതിക്കും സത്യത്തിനും മാത്രമായിരിക്കും. ഫാസിസത്തിന്റെ ഭയത്തിന് വഴിപ്പെടാതെ ജാഗ്രതയോടെയും ഈമാന്റെ കരുത്തോടെയും അതിനെ നേരിടുക. കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും വക്താക്കളാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.